മറ്റൊന്നുമല്ല, സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയിൽ നടപടി വൈകിയപ്പോൾ കശുവണ്ടി വ്യവസായിക്ക് നഷ്ടമായത് സ്വന്തം കിടപ്പാടമാണ്. പ്രതിവർഷം 20 കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്ന കശുവണ്ടി ഫാക്ടറിയാണ് കോവിഡ് പ്രതിസന്ധി ഉൾപ്പെടെ ബാധിച്ച് പൂട്ടിപ്പോയത്. 2022 ഇടപെടൽ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അപേക്ഷ നൽകിയെങ്കിലും കൊല്ലം ജില്ലാ വ്യവസായ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. എന്നാൽ കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായി ഷാനിന്റെ വീട് ഇതിനോടകം ജപ്തി ചെയ്തു എന്ന് മാത്രമല്ല, ബാങ്ക് ലേലം ചെയ്യുകയും ചെയ്തു. ഓരോ ഫയലിലുമുള്ളത് തുടിക്കുന്ന ജീവിതമാണ് എന്നത്. കോവിഡിന് ശേഷം ബിസിനസ് നഷ്ടത്തിലാവുകയും അതിന് ബിസിനസ് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി 2022 ജൂലൈ മുതൽ ബാങ്കിനോട് നിരന്തരമായി ലോൺ റീസ്ട്രക്ചർ ചെയ്യാനും എൻഹാൻസ്മെന്റ് ചെയ്യാനും അപേക്ഷകൾ കൊടുത്തിട്ടും യാതൊരുവിധ ഫലവും കാണാതെ 2022 ഡിസംബറോട് കൂടി വ്യവസായ വകുപ്പ് മന്ത്രിക്കും വ്യവസായ വകുപ്പിലേക്കും അപേക്ഷ നൽകിയായിരുന്നു. അപ്പോൾ അതിനും യാതൊരുവിധ മറുപടിയും ലഭിക്കാതെ 2023 ജനുവരിയിൽ അക്കൗണ്ട് നിഷ്ക്രിയാവസ്ഥയായി പ്രഖ്യാപിക്കുകയും തുടർന്ന് 2024 ആദ്യം തന്നെ ബാങ്ക് എന്റെ വസ്തുവകകൾ ലേലത്തിൽ വെക്കുകയും ചെയ്തു. കൊല്ലം സ്വദേശി ഷാൻ 2019 20 കാനറ ബാങ്ക് കടപ്പാക്കട ശാഖയിൽ നിന്ന് 40 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. വർഷം 20 കോടി രൂപ ടേൺ ഓവർ നേടിയിരുന്ന കശുവണ്ടി ഫാക്ടറി കോവിഡ് കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലായി. 40 ലക്ഷം വായ്പാ ബാധ്യതയിൽ 25 ലക്ഷം രൂപ മറ്റൊരു വ്യവസായിക്ക് ജാമ്യം നിന്നതിന്റെ പേരിലായിരുന്നു. പ്രതിസന്ധി കാലത്ത് തിരിച്ചടവുകൾ മുടങ്ങി. ഇതിനിടെ കശുവണ്ടിയുമായി പോയ വാഹനം അപകടത്തിൽപ്പെട്ടതിന്റെ ഇൻഷുറൻസ് തുക ലഭിച്ചതുമില്ല. സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് 2022 അപേക്ഷ നൽകി. വായ്പാ പരിധി ഉയർത്താൻ കഴിയില്ലെന്ന അറിയിപ്പ് ലഭിച്ചത് കഴിഞ്ഞ ആഴ്ച. ലേലത്തിൽ വിറ്റുപോയ വസ്തുവകൾ കഴിഞ്ഞതിന് ശേഷം 2024 നവംബർ 24 തീയതി വ്യവസായ വകുപ്പിൽ നിന്നും 2023 NPA ആയതുകൊണ്ട് 2024 ലോൺ കൂട്ടി നൽകാൻ സാധിക്കില്ല എന്നൊരു മറുപടിയാണ് ഇപ്പോൾ ലഭിക്കുകയുണ്ടായത്. ഇങ്ങനെ ഒരു അറിയിപ്പെത്തുമ്പോൾ വീടും ഫാക്ടറിയും ഒന്നും ഷാനിന്റെ കയ്യിൽ അവശേഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാര്യങ്ങൾ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്നപ്പോൾ വീട് ജപ്തിയായി എന്നത് മാത്രമല്ല, ഇതിനകം അത് ലേലം ചെയ്തു പോവുകയും ചെയ്തു. 2021 പരാതി നൽകി കഴിഞ്ഞയാഴ്ച മറുപടി ലഭിച്ച മറ്റൊരു മുൻ കശുവണ്ടി വ്യവസായി കൊല്ലം സ്വദേശി ജയചന്ദ്രന്റെ വീടും നേരത്തെ ജപ്തി ചെയ്തിരുന്നു. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. ഇത്രമാത്രം ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണെന്ന് നോക്കുക. ഒരു വ്യവസായി ഇത്രമാത്രം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അത് അനാസ്ഥ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അത് പരിഹരിക്കപ്പെടുക തന്നെ വേണം.